വയനാട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പരാതികൾ പരിശോധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലരും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. കുറേ കാലമായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ നീക്കം? വിശദാംശങ്ങൾ. ഗതം 2021 വയനാട് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. അതിന്റെ പടിപടിയായുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ സമയത്ത് തന്നെ ജീവനക്കാർ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യമൊക്കെ ഇല്ലാത്തതിന്റെ വലിയ പരാധീനതകൾ ഈ മെഡിക്കൽ കോളേജിനെ ബാധിച്ചിരുന്നു. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഈ തുടർ പ്രതിഷേധങ്ങളിലും വിവാദങ്ങളിലും തുടരുമ്പോഴാണ് ഇപ്പോൾ ശീതീകരണ സംവിധാനത്തിലെ തകരാറ് കാരണം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം ICU അടച്ചിടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഒരു മാസത്തിലധികമായി ഇത്തരത്തിൽ ഈ ശിശുരോഗ വിഭാഗം ICU അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരാവസ്ഥയിലും മറ്റുള്ള കുട്ടികളെ മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത്. എന്തായാലും അടിയന്തരമായി ഈ വിഷയം മാധ്യമങ്ങളിലുള്ള വലിയ വാർത്തയായി, വലിയ ചർച്ചയായതോടുകൂടിയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി സ്വമേധയാ കേസെടുത്ത് ഈ വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം അടുത്ത മാസം സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന കമ്മീഷന്റെ സിറ്റിംഗിൽ പരിഗണിക്കുമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് അറിയിച്ചു. എന്തായാലും വയനാട് മെഡിക്കൽ കോളേജിലുള്ള ശോച്യാവസ്ഥയുടെ ഒരു പ്രകടമായ ഉദാഹരണമായി തന്നെയാണ് കമ്മീഷൻ ഇതിനെ കണ്ടതും കേസെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് പ്രിൻസിപ്പളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടുതൽ തുടർ ചർച്ചകൾക്കും ഇനി പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കൂടി ഈ വിഷയം വഴിവെക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഗൗതം. ശരി, രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.